നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചില ഫ്രണ്ട്ഷിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഗ്രോ ചെയ്യാൻ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യും, നമ്മൾ ഒറ്റയ്ക്ക് ഡിസിഷൻ എടുക്കാനൊക്കെ ഏബിൾ ആക്കും. അതേസമയം ചില ഫ്രണ്ട്ഷിപ്സ് ഉണ്ട് നമ്മളൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല, ഒരു കംഫർട്ട് സോണിൽ ഇങ്ങനെ നിർത്തി നമ്മളെ സപ്രസ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ചില ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ചില ഫ്രണ്ട് സർക്കിളിൽ നമ്മൾ ഭയങ്കര പ്രൊഡക്റ്റീവായിട്ടോ അല്ലെങ്കിൽ ഗ്രോത്ത് ഉള്ള ഒരാളായിട്ടോ നമുക്ക് ഫീൽ ചെയ്യും. അതായത് നമ്മൾ കുറച്ചുകൂടി ഡിസിഷൻ എടുക്കാനൊക്കെ അവർ സപ്പോർട്ട് ചെയ്യും, നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് അവർ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യും. അത് ഇങ്ങനെ ഫിയർ ചെയ്തിരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഭയങ്കര ഒരു പുഷ് ചെയ്യും. നമ്മൾ ഇമോഷണലി ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമുക്ക് അതിനുള്ളൊരു സ്പേസ് തരുന്ന, ഒട്ടും ജഡ്ജ്മെൻ്റൽ അല്ലാത്ത ഫ്രണ്ട്സ് ഉണ്ടാവും. ലൈക്ക് നമുക്ക് അവിടെ ഒരു വെൻ്റ് ഔട്ടിങ് സ്പേസ് ആയിട്ടും ഗ്രോത്തിനുള്ള സ്പേസ് ആയിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മുടെ ഒരു പ്രശ്നം അവരുടെ പ്രശ്നമായിട്ട് എടുത്തിട്ട് നമ്മുടെ പെർസ്പെക്റ്റീവിൽ തിങ്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും. ഇങ്ങനത്തെ ഫ്രണ്ട്ഷിപ്സ് നമ്മൾ ഒരുപാട് ഗ്രോ ചെയ്യാനും നമ്മളെ ട്രാൻസ്ഫോം ചെയ്യാനും നമുക്ക് നമ്മളെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ടാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതേസമയം മറ്റ് ചില ഫ്രണ്ട്സ് ഉണ്ട് നമ്മൾ ഗ്രോ ചെയ്യുമ്പോൾ അത് അവർക്ക് അത്ര ഇഷ്ടപ്പെടണം എന്നില്ല, നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഇനീഷ്യേറ്റീവ്സ് ഒക്കെ എടുക്കുമ്പോൾ അവർ നമ്മളെ പുറകോട്ട് വലിക്കും. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്സും നിങ്ങളുടെ ചുറ്റും ഉണ്ടാവും. സോ എവിടെ ഒരു ബൗണ്ടറി വെക്കണം, ആര് ചേർത്ത് പിടിക്കണം എന്നുള്ളത് നിങ്ങളാണ് ചിന്തിക്കേണ്ടത്.